അള്ളാഹു താല ഒരു മനുഷ്യ കുഞ്ഞിനെ അള്ളാഹു താല ലോകത്തേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ മുഴുവനും മണ്ണിൽ നിന്ന് പടക്കപ്പെടുന്നു, മണ്ണിലേക്ക് മടക്കപ്പെടുന്നു. മനുഷ്യകുലം അങ്ങനെയാണ് അള്ളാഹു താല മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു കൊണ്ടുവരുന്നത് അങ്ങനെയല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ സർവ പ്രവാചകന്മാരും സർവ മനുഷ്യരും സർവ ഔലിയാക്കന്മാരും സർവ മനുഷ്യരും അവർ മണ്ണാണ്. മണ്ണാൽ പടക്കപ്പെട്ട ആദം സന്തതികളായിക്കൊണ്ടാണ് എല്ലാവരെയും ലോകത്തേക്ക് അള്ളാഹു കൊണ്ടുവരുന്നത്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം, കുന്തു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല, ഞാൻ നൂറായിരുന്നു. അങ്ങനെ അല്ലാഹു തആല ഫഹബതുനി അല്ലാഹു ഫീ സുൽബി ആദം, ആദമിന്റെ മുതുകിലൂടെ അൽഖാ ദാലിക നൂർ, ആ നൂറിനെ അല്ലാഹു ആദമിന്റെ മുതുകിലൂടെ ആദമിലേക്ക് സന്നിവേശിപ്പിച്ച് അങ്ങനെ യൻഖുലുനി റബ്ബി, എന്റെ റബ്ബെന്നെ മാറ്റി മാറ്റിക്കൊണ്ട് ഓരോരുത്തരിലൂടെ അമ്പിയാക്കന്മാരിലൂടെ വതഖല്ലുബുക ഫിസ്സാജിദീൻ, ഓ പ്രവാചകരെ താങ്കൾ കടന്നു വന്നത് ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്ന അമ്പിയാക്കന്മാരിലൂടെയാണ് താങ്കളുടെ തഖല്ലുബ് ഉണ്ടായതെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു തആല അവരിലൂടെ